ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഇന്നത്തെ ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM ആണ്. HRMൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. The primary objective of management is to ensure that every employee makes his fullest contribution to the achievement of objectives of enterprise. They should be motivate employees. We can classify the objectives of personnel management into two. First one, general objective. Second one, specific objectives. അതിൽ ജനറൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഒപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. ഒപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് ക്രെഡിറ്റ് ക്രിയേറ്റ് അറ്റ് അറ്റ്മോസ്ഫിയർ ഓർ എംപ്ലോയീസ് ഫോർ ദ ഡെവലപ്പിംഗ് എ പേഴ്സണാലിറ്റി. എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അവരുടെ എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം? ഓരോ ഇൻഡിവിജ്വലും ഓരോ എംപ്ലോയീസും പല സ്വഭാവക്കാരായിരിക്കും. അപ്പം ഇൻഡിവിജ്വൽ അറ്റൻഷനും ആൻഡ് ഇൻഡിവിജ്വൽ റീകഗ്നേഷനും ടു ബി ഗിവൺ ടു ഈച്ച് ആൻഡ് എവരി എംപ്ലോയി. ഓരോ എംപ്ലോയിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ശ്രമിക്കും. ഇതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. എപ്പോഴും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്തിനു ശ്രമിക്കും? ഒരു നല്ല എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ ഗുഡ് എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു സെക്യൂർ ദി എബവ് ഓപ്പറേഷൻ ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ സഹകരണം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു നല്ല എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് വർക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. തേർഡ് വൺ, മോൾഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 എണ്ണാണുള്ളത്. അതിൽ ലേബറാണ് ഹ്യൂമൻ ഫാക്ടർ, ബാക്കിയെല്ലാം നോൺ ഹ്യൂമൻ ഫാക്ടറാണ്. അപ്പം ലേബർ എന്ന് പറയുന്ന ഹ്യൂമൻ ഫാക്ടറിനെ നമ്മൾ മോൾഡ് ചെയ്യണം. ലേബർ എന്ന് പറയുന്ന ഹ്യൂമൻ ഫാക്ടേഴ്സിനെ മോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റ് ഫാക്ടേഴ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പം മോൾഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഓർ ലേബർ ഈസ് എസെൻഷ്യൽ യൂട്ടിലൈസ് അതർ ഫാക്ടർ പ്രൊഡക്റ്റീവ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇത്രയാണ് നമുക്ക് ജനറൽ ഒബ്ജക്റ്റീവ്സിൽ പറയാനുള്ളത്. അടുത്തത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അതിൽ ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ദ റൈറ്റ് ജോബ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓൾവേസ് റൈറ്റ് ടു സെലക്ട് 1 പോയിൻറ്റ് റൈറ്റ് ടു പേഴ്സണൽ അറ്റ് ദ റൈറ്റ് ജോബ് അക്കോർഡിംഗ് ടു ദയർ സ്കിൽ എബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എപ്പോഴും ഏറ്റവും റൈറ്റ് ഉള്ള സ്ഥലത്ത് മാത്രമേ പേഴ്സണലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ എബിലിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യൂ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു ടാസ്ക് ആ എംപ്ലോയിക്ക് അലോട്ട് ചെയ്ത് കൊടുക്കൂ. ഇതാണ് സെലക്ഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ദ റൈറ്റ് ജോബ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എപ്പോഴും എംപ്ലോയീസിന് എന്ത് ചെയ്യും? ട്രെയിനിങ് ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓൾവേസ് പ്രൊവൈഡ് ട്രെയിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ടു ദയർ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സ്കിൽ ആൻഡ് നോളജും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്കില്ലും നോളജും ഇംപ്രൂവ് ചെയ്താൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങിന് വേണ്ടി ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിൻറ്റ്, പ്രൊവിഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ടു ന്യൂ എംപ്ലോയീസ്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി അപ്പോയിൻറ്റഡ് ആയ എംപ്ലോയീസിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഓറിയൻറ്റേഷൻ എന്ന്. സോ
Human resource management should provide relevant or necessary information to their duly appointed employees in order to make the familiar with the organization. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് ഓറിയൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തത് പ്രൊവിഷൻ ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഫെസിലിറ്റീസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കേട്ടോ. ഓക്കെ, ഒരു എംപ്ലോയിക്ക് ഒരു വർക്ക് പ്ലേസിലെ വർക്കിംഗ് കണ്ടീഷൻ നന്നാവുമ്പോൾ ഇവർക്ക് അവരുടെ മോട്ടിവേഷനും മൊറാലും വർദ്ധിക്കും. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓൾവേസ് എയിംസ് ടു പ്രൊവൈഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ടു ദെയർ എംപ്ലോയീസ് ബൈ പ്രൊവൈഡിങ് ദ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് പോയിൻറ്റ് പ്രൊവിഷൻ ഫോർ ഫെയർ വേജസ് ആൻഡ് ഗുഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഒരു നല്ല വേജ് അല്ലെങ്കിൽ സാലറി സിസ്റ്റം ആരുണ്ടാക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് പ്രൊവിഷൻ ഫോർ ഫെയർ വേജസ് ആൻഡ് ഗുഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. എംപ്ലോയീസ് ആർ ഗിവൺ പ്രോപ്പർ കോമ്പൻസേഷൻ ആൻഡ് അതർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ക്രിയേറ്റ് ഗുഡ് ഇംപ്രഷൻ എമംഗ് ബി വർക്കേഴ്സ്. വർക്കറിൻ്റെ ഇടയിൽ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കും. എന്ത് നല്ല കോമ്പൻസേഷനും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കോമ്പൻസേഷനും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പോയിൻറ്റ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ. യൂണിയൻ്റെ കോൺഫ്ലിക്റ്റും പ്രോബ്ലംസ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിൻറ്റ് മെറ്റീരിയൽസ് ആൻഡ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്. മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ എംപ്ലോയീസിന് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ഗുഡ് മെഷേഴ്സ് ഓർ ഇംപ്രൂവിങ് ദ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചില മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ചില മെഷേഴ്സ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ജോബ് സെക്യൂരിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത കൊടുക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? മെൻ്റൽ സാറ്റിസ്ഫാക്ഷനിൽ കിട്ടുന്ന ചില മെഷേഴ്സ്. അത് എപ്പോഴും എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൽ വരുന്ന 8 പോയിൻ്റ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ എന്താ പറയുക, 2 ആക്കി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ജനറൽ ഒബ്ജക്റ്റീവ്സും ഒന്നും സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും. ജനറൽ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ 3 പോയിൻ്റ് നോക്കി. ഒന്ന് ഓപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മോൾഡിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. പിന്നെ നമ്മൾ നോക്കിയത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സെലക്ഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ ദ റൈറ്റ് ജോബ്. സെക്കൻഡ് വൺ പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. തേർഡ് പോയിന്റ് പ്രൊവിഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ന്യൂ എംപ്ലോയീസ്. നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഫെസിലിറ്റീസ്. ഫിഫ്ത്ത് പോയിന്റ് പ്രൊവിഷൻ ഫോർ ഫെയർ വേജസ് ആൻഡ് ഗുഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. പിന്നെ 6ാമത്തെ പോയിന്റ് പ്രൊവിഷൻ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. 7ാമത്തെ പോയിന്റ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് മെറ്റീരിയൽസ് ആൻഡ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്. ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.